ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകപ്ചാം തം ധർമ്മസമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 15-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. 10 ശ്ലോകങ്ങൾ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. അധ പഞ്ചാദശാധ്യായ പുരുഷോത്തമയോഗഃ. ശ്രീ ഭഗവാനുവാച. ഊർധ്വമൂലം അധഃശാഖം അശ്വത്ഥം പ്രാകുരമംവ്യയം ചന്ദാസ്യസ്യ പർണാനി സ്തം വേദസ്സ വേദവത് അധശ്ചോർധ്വം പ്രസൃതാ സസ്യശാഖാ ഗുണപ്രവർത്താ വിഷയപ്രവാളഃ അധശ്ച മൂല്യാന്യനുസന്ധതാനി കർമാനുബന്ധീന മനുഷ്യലോകേ ന രൂപമസ്യേകതതോപലഭ്യതേനാന്തോ ന ചാതീർന്ന ന സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതപദം തത് പരിമാർഗതവ്യം യസ്മിൻ ഗതാനാം നിവർത്തന്തി ഭൂയഃ തമേവ ചാത്യം പുരുഷം പ്രപദ്യേ യദ പ്രവർത്തേ പ്രസദാ പുരാണേ നിർമാനമോഹാജിതസംഗദോഷാധ്യാത്മനിത്യാവിനിവർത്തകാമഃ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസഞ്ജയ ഗച്ഛന്ത്യ മൂഢാ പദമവ്യയം തദ് ന തദ്ഭാസേതോ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തെ തദ്ധാമ പരമം മമ മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃസൃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കരിഷ്യതി ശരീരം യദമാപ്നോതി യച്ചാപ്യുക്തകർമാദീശ്വരഃ ഗൃഹ്യതാനി സംയാതി വായുർഗന്ധാനി വാസയാത് സ്വത്രം ചക്ഷുസ്പർശനം ചാരസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനനുപസേവത ഉത്ക്രാമന്തം സിതം വാതി മുഞ്ചാനം വാ ഗുണാന്യതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജാനചക്ഷുഷാ. ദേഹം വിട്ടുപോകുന്നവനായിട്ടോ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ടോ വിഷയങ്ങളെ അനുഭവിക്കുന്നവനായിട്ടോ ത്രിഗുണങ്ങളോട് കൂടിയവനായിട്ടോ മൂഢന്മാർ ജീവാത്മാവിനെ കാണുന്നില്ല. ജ്ഞാനദൃഷ്ടിയോട് കൂടിയവർ മാത്രമാണ് കാണുക. അതായത് യഥാർത്ഥ അറിവ് നേടിയാൽ മാത്രമേ ഈ പരമാത്മാ ആത്മബോധം ആത്മജ്ഞാനിയായാൽ മാത്രമേ ഈശ്വരനെ യഥാർത്ഥത്തിൽ മനസ്സിലാകുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു വെച്ചത്. അടുത്ത ശ്ലോകം 11-ാമത്തെ ശ്ലോകം. യതന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മനവസ്ഥിതം യതന്തോ അപകൃതാത്മനോ നൈനം പശ്യന്തി ചേതസഃ. ആത്മസാക്ഷാത്കാരത്തിനായി അഥവാ ആത്മജ്ഞാനം നേടുന്നതിനായി പ്രയത്നം ചെയ്യുന്ന യോഗികൾ തങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ദർശിക്കുന്നു അഥവാ ദർശിക്കണം. ആത്മശുദ്ധിയില്ലാത്തവരും മന്ദബുദ്ധികളുമായവർ യത്നിക്കുന്നവരാണെങ്കിൽ കൂടി ഈ ആത്മാവിനെ കാണുന്നില്ല. ആ ഒരവസ്ഥയിൽ അന്ധകരണശുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങളൊക്കെ വിഫലമാകും എന്ന് കാര്യം. അപ്പൊ ഭക്തിയോഗത്തിൽ സഞ്ചരിക്കുന്ന നമ്മളിപ്പം അനേകം പേര് ഭക്തിയോഗത്തിലുണ്ട്. ഞാൻ ഭക്തനാണെന്നും പറഞ്ഞ് നടക്കുന്ന എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷേ അത് ഈ മൂഢത്വം പോയില്ലെങ്കിൽ, അതായത് തന്നിൽ തന്നെയുള്ളതായ ഈശ്വരനെ കാണാൻ സാധിക്കാത്തവർക്ക് എത്ര പ്രയത്നിക്കുന്നവരാണെങ്കിലും ആത്മസാക്ഷാത്കാരം സാധിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഇച്ഛിക്കുന്ന, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവർ അനേകം പേരുണ്ട്. ആ പ്രയത്നത്തിന്റെ ഒരു ഭാഗമാണ് ഈ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തി. പക്ഷേ അവർക്ക് യാഥാർത്ഥ്യബോധം ഇല്ലാത്തത് കൊണ്ട് ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുക. ഈ ഓടി നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിതകാലം മുഴുവൻ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രങ്ങളും കയറി നടന്ന് ഉള്ള സപ്താഹങ്ങളും എല്ലാം കേൾക്കുമെന്ന് പറയും, എല്ലായിടത്തും പോകുമെന്ന് പറയും, എല്ലാം പുസ്തകങ്ങളും വായിക്കുമെന്ന് പറയും, എല്ലാം പാരായണം നടക്കും, എല്ലാം കാണാപ്പാഠം പഠിച്ചിട്ട് ചൊല്ലുന്നവരായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധം ഇല്ലാതെ വന്നാൽ ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുന്ന, അതാണ് നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കി. ഭക്തിമാർഗത്തിലേക്ക് കടക്കുന്നവർ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഈ ഒരവസ്ഥ എന്താണെന്നുള്ളതാണ്. എന്താണ് ഭക്തി എന്ന് മനസ്സിലാക്കണം. ഈ ഭക്തി മാർഗങ്ങളിൽ വേദവൈദിക കർമ്മങ്ങളിൽ എത്ര ശ്രേഷ്ഠമായിട്ടും യജ്ഞമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ശ്രമിക്കണം, ആത്മജ്ഞാനം നേടണം. അതായത് ഞാനുണ്ട് എന്ന ബോധം തന്നെയാണ് എൻ്റെ ആത്മബോധം. ആ ബോധം എവിടെ നിന്നാണ് വരുന്നത്? ആ ബോധത്തിലാണ് ശരിക്കും. ഇല്ലെങ്കിൽ ഓടി നടന്ന് തീർത്ഥാടനം നടത്തിയാലും ബാക്കി 3 മാർഗങ്ങളും ദുഃഖ ആർത്തികളായിട്ട് ഭഗവാനെ ഭജിച്ച് ദുഃഖം നിവർത്താൻ വേണ്ടിയിട്ട് നടന്നാലും അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട്
വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥനാ ബലത്താൽ ഈശ്വരപ്രാപ്തി നേടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നടക്കുന്നവരായാലും, ഇനി തീർത്ഥാടനം കൊണ്ടോ സത്സംഗം കൊണ്ടോ ഒക്കെ ഈശ്വര സാക്ഷാത്കാരം നേടാം എന്ന് വിചാരിച്ച് നടക്കുന്നവരും, ഇവരൊക്കെ യഥാർത്ഥത്തിൽ പ്രയത്നിക്കുന്നവരാണ്. ഇതൊന്നും അറിയാതെ നടക്കുന്നവരുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നർത്ഥം. നിരീശ്വരവാദികളോ യുക്തിവാദികളോ ആയിട്ടുള്ളവരെ പറ്റി ഭഗവാൻ ഇവിടെ ചിന്തിക്കുക തന്നെ ഇല്ല, അതേപ്പറ്റി സംസാരിക്കുക തന്നെ ഇല്ല. അങ്ങനെയുള്ളവർ എന്നെ ഭജിക്കില്ല, എന്നെപ്പറ്റി വിചാരിക്കില്ല എന്നൊക്കെ ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മളൊക്കെ ഇതൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ പ്രയത്ന രീതി എത്രമാത്രം സ്ഫുടമാണ് ഇല്ലെങ്കിൽ സ്പഷ്ടമാണ് എന്ന് മനസ്സിലാക്കണമെന്നെങ്കിൽ നമ്മൾ ആത്മജ്ഞാന പാതയിലെത്തണം. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ആചരണ നിത്യയുക്തമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ നമ്മൾ അത് കൊണ്ടുവരണം എന്നർത്ഥം. അതിനാണ് നിത്യനൈമിത്യ കർമ്മങ്ങൾ പോലും യഥാവിധി നടപ്പാക്കണം. വിധിക്കപ്പെട്ട കർമ്മങ്ങളാണ് അത് എന്ന് പറയുന്നത്. ആ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ പോലും പ്രയത്നം കൊണ്ടേ സാധിക്കൂ. അതുപോലും കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ 5 ഗുണങ്ങളെ കൊണ്ട് അത് സാധിപ്പിക്കുമ്പോഴും അതൊക്കെ ലക്ഷ്യം എന്തായിരിക്കണം? എനിക്ക് ആത്മബോധം ഉണ്ടാകണം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും, ഫലേച്ഛ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഫലേച്ഛ ഇല്ലാതെ ചെയ്യണം, പക്ഷെ അതിനുള്ള പക്വത വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ആത്മസാക്ഷാത്കാരം ഫലേച്ഛയാക്കിക്കൊള്ളും. എനിക്ക് ആത്മജ്ഞാനം ഉണ്ടാകണം എന്ന ഫലേച്ഛയോടുകൂടി ചെയ്താൽ അതിൽ പ്രയത്നം വിഫലമാകാതിരിക്കണമെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചോ ആ ലക്ഷ്യം സാധിക്കുമല്ലോ. ലക്ഷ്യം അർപ്പിച്ചാൽ കർമ്മം അതിലേക്ക് നയിച്ചത് സാധിക്കും. ആ ലക്ഷ്യം വയ്ക്കുന്നത് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ചിന്തയും വാക്കും പ്രവൃത്തികളും നമ്മളിൽ നിന്നുണ്ടാകണം. അതാണ് പ്രയത്നം എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും കൊണ്ട് ഈ 3 മാർഗങ്ങളിൽ ദുഃഖ നിവാരണത്തിന് നടന്നാലും, അവിശ്വസിദ്ധിക്കായി കൊണ്ട് ഭജിച്ചാലും, തീർത്ഥാടനങ്ങളോ സത്സംഗങ്ങളോ നടത്തിയാലും വേണ്ടില്ല, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണെങ്കിൽ അവിടെ ആത്മജ്ഞാനമായിരിക്കണം ലക്ഷ്യം. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഫലേച്ഛയൊക്കെ തന്നെ ഇല്ലാതാവും. ഭഗവാൻ പറഞ്ഞ ആ ഗുണാതീത അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ആകാൻ വേണ്ടിയിട്ട് മസിൽ പിടിച്ച് നിൽക്കൊന്നും വേണ്ട. നമ്മൾ യഥാർത്ഥ ശുദ്ധനായ കറകളഞ്ഞ ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഈശ്വരീയ ഗുണങ്ങളൊക്കെ നമ്മളിൽ തന്നെ പ്രകടമാകും. നമ്മളില്ലാത്തതല്ല. കാരണം ഈശ്വരന്റെ ശക്തി തന്നെയാണ് നമ്മുടെ ശരീരത്തിന് നാഥനായിട്ട് ജീവനായിട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈശ്വരൻ തന്നെയാണ് ശരീരത്തിന് നാഥനായിരിക്കുന്ന ജീവൻ. അത് ശരീരം പ്രാപിക്കുമ്പോഴും ശരീരം വിട്ടുപോകുമ്പോഴും അതൊക്കെ സനാതനമായിട്ട് തന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് വീണ്ടും ഒരു ശരീരത്തിലേക്ക് ആക്കുന്നത്, ഇതൊക്കെ ആ സനാതനമായിരിക്കുന്ന ആ ജീവൻ തന്നെയാണ്. അത് ഈശ്വരന്റെ അംശമാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് നമുക്ക് ഞാനുണ്ടെന്നുള്ള ബോധം, ഞാനെന്നും എൻ്റെന്നും നിന്റെന്നും ഒക്കെ വിചാരം ഉണ്ടാക്കുന്നതും ഈ ഞാനാണ്. ആ ഞാൻ തന്നെയാണ് ബോധം, അത് തന്നെയാണ് പരബ്രഹ്മം എന്ന ബോധത്തിലേക്ക് ഉറയ്ക്കണം എന്നർത്ഥം. അവിടെയാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പരിസമാപ്തി. നമുക്ക് ആ ബോധത്തിൽ ഉറയ്ക്കണം. അപ്പം ഫലേച്ഛിക്കാതെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് ഭൗതികമായിട്ടുള്ള ഫലേച്ഛയെല്ലാം ഉപേക്ഷിക്കുക. എന്നിട്ട് ആത്മസാക്ഷാത്കാരം, ആത്മജ്ഞാനം നേടണം എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുക. ഒരു ഘട്ടത്തിൽ ആത്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഈ ഫലേച്ഛ പോലും മോക്ഷം വേണം എന്നുള്ള, ഇല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥാനത്ത് എത്തണം എന്നുള്ള ആ ഇച്ഛ പോലും ഇല്ലാതെയാകും. അവിടെയാണ് ഗുണാതീത ഭാവം വരിക. അതുകൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനു വേണ്ടിയിട്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചാലും പ്രയത്നിച്ചാലും അതൊക്കെ വിഫലമാകുന്ന ഇവിടെ ഭാഷ്യത്തിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ശങ്കരാചാര്യൻ. അപ്പൊ അന്ധകരണ ശുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങളൊക്കെ വിഫലമാകും. അത് പരമമായ ശുദ്ധിയാണ് ഭക്തിയോഗ സിദ്ധി. ഈ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ശാന്തിയും സമാധാനവും അനുഭവിച്ചറിയണമെങ്കിൽ പൂർണ്ണമായിട്ടും നിർമ്മലമാകണം മനസ്സ്. അവിടെ ഞാനും നീയും എൻ്റെ നിന്റെ ഭാവത്തിലോ ഇല്ലേ നമ്മുടെ ക്രിയകളിലോ നമ്മൾ കാണുന്ന വസ്തുക്കളിലോ ഒന്നും ഈ രണ്ടായിട്ട് കാണുന്ന ഭാവം ഉണ്ടാകരുത്. എല്ലാം ഒന്നായിട്ട് കാണാം. അപ്പൊ നമ്മൾ തന്നെ പറയും, 2 മക്കളുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആരോടാണ് ഇഷ്ടം? ഇല്ലെങ്കിൽ ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ പോലും മൂത്തയാൾ പറയും രണ്ടാമത്തെ ആളോട് അച്ഛനും അമ്മയ്ക്കും കൂടുതൽ ഇഷ്ടം. ഇല്ലെങ്കിൽ അച്ഛന് ഇഷ്ടം, അമ്മയ്ക്ക് ഇഷ്ടം. അവിടെ തന്നെ വകഭേദം നമ്മൾ കൊണ്ടുവരും. എന്തായാലും ഈ രണ്ടായിട്ട് കാണുന്നിടത്തോളം കാലം നമുക്ക് ഒന്നിനോട് താല്പര്യം കൂടുതലായിരിക്കും. എത്രയൊക്കെ ഇല്ല എനിക്ക് വ്യത്യാസമൊന്നുമില്ല നിഷ്പക്ഷമാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക്
മാനസികമായിട്ട് ഒരടുപ്പം എന്തിനോടോ, വ്യക്തികളായിട്ടോ ഇല്ലെങ്കിൽ പുത്രനായിട്ടോ പുത്രിയായിട്ടോ മറ്റുള്ളവരോടായിട്ടോ അറ്റാച്ച്മെന്റ് അനുസരിച്ചുകൊണ്ട് ഒരു വാസനാബലത്താൽ നമുക്ക് ചിലത് നല്ലതാണെന്നും ഇതിനോട് കൂടുതൽ അടുപ്പമുണ്ടെന്നും ഒക്കെ തോന്നും. ചിലരെത്ര ശത്രുഭാവത്തിൽ നിന്നാലും ചിലരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ രക്തബന്ധം, ആത്മബന്ധം, നക്ഷത്രബന്ധം, ഇതിൽ നിന്ന് ബന്ധങ്ങളാണ് ബന്ധനങ്ങളായിട്ട് മാറുക. അപ്പൊ നമുക്ക് ശുദ്ധ മനസ്സല്ല എന്നുണ്ടെങ്കിൽ എത്രയൊക്കെ പറയുന്നത് നമുക്ക് പറയാം, എനിക്ക് നിഷ്പക്ഷമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു 2 മക്കളോട് ഒരേപോലെ തോന്നലെന്നൊക്കെ പറയും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മ അന്ധക്കരണ ശുദ്ധി വന്നിട്ടില്ലെങ്കിൽ ഈ നിഷ്പക്ഷ ഭാവം പറച്ചിലും മോടിക്ക് പറച്ചിൽ മാത്രമായിരിക്കും. നമുക്ക് അകത്ത് ആരോടെങ്കിലും താല്പര്യം ഉണ്ടാകും. ഇവിടെയാണ് അന്ധക്കരണ ശുദ്ധി വരാതിരിക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെ പറയും എല്ലാവരുടെയും മുമ്പിലും, എനിക്ക് മക്കളുടെ മുമ്പിലും പറയും. പക്ഷേ അതിൽ ഒരു രഹസ്യം നമുക്ക് അന്ധകരണമായിട്ടില്ലേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകത ആരോടെങ്കിലും ഉണ്ടാകും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ആരും പറഞ്ഞിട്ടോ നിഷേധിച്ചിട്ടോ കാര്യമൊന്നുമില്ല. അത് അഥവാ യഥാർത്ഥ നിഷ്പക്ഷ ബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഗുണാതീതനാകാത്ത ഒരാൾക്കും ഈ സിദ്ധി കൈവരുത്തില്ല. നമുക്ക് പുറം ഓടിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇല്ലേ മക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ആരോടും വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ പറയാം. പക്ഷെ വ്യത്യാസം ഉണ്ടാകും. അതായത് ഏകഭാവം ഇല്ലെങ്കിൽ ഭാവത്തിൽ അദ്വൈത ഭാവം വരാതെ, ക്രിയയിൽ അദ്വൈത ഭാവം വരാതെ, ഇല്ലെങ്കിൽ ദ്രവ്യത്തിൽ അദ്വൈത ഭാവമാണ് എല്ലാം ഒരേപോലെ കാണുക എന്ന് പറയും. നമ്മുടെ ശരീരവും ഒരു ദ്രവ്യം തന്നെയാണ്. അത് മക്കളായാലും ഭാര്യയായാലും എല്ലാവരോടും നമുക്ക് അച്ഛനോടോ അമ്മയോടോ നമുക്കുണ്ടാകുന്ന താല്പര്യമൊക്കെ വ്യത്യസ്തമായിട്ട് വരാൻ കാരണം ആരാണോ നമ്മളോട് ഇഷ്ടം എങ്ങനെ ഉണ്ടാകുന്നത്, എങ്ങനെ ഒരാളോട് ഇഷ്ടം ക്രിയേറ്റ് ആകുന്നത്, നമ്മൾ ഇച്ഛിക്കുന്നതൊക്കെ ആരാണോ സാധിപ്പിച്ചു തരുന്നത് അവരോട് ഇഷ്ടവും താല്പര്യവും കൂടുതലും മമതയും കൂടുതലുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് നമുക്ക് താല്പര്യം ഉണ്ടാകും. ഇങ്ങനെയാണ് ഇഷ്ടം ക്രിയേറ്റ് ആകുന്നത്. ആ ഇഷ്ടം തന്നെ നിലനിൽക്കുന്നത് എത്ര കാലം? എപ്പോൾ നമ്മുടെ ഇഷ്ടം സാധിക്കാതെ വരുന്നോ പിന്നെ ആ ഇഷ്ടം അനിഷ്ടമായിട്ട് മാറും. ഈ പറയുന്ന ഇഷ്ടപ്പെട്ട ആൾ പോലും നമ്മുടെ ശത്രുവായിട്ട് മാറും. എത്ര കാലമാണോ നമ്മുടെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് നമ്മളോട് അടുപ്പം കാണിക്കുകയും നമ്മൾ ഇച്ഛിക്കുന്നതൊക്കെ സാധിച്ചു തരികയും നമ്മൾ ഇഷ്ടപ്പെട്ട വാക്കുകൾ അവരിൽ നിന്ന് കേൾക്കുകയൊക്കെ ചെയ്യുന്ന കാലത്തോളം അവരോട് ഇഷ്ടം കൂടുതലായിരിക്കും, മമതാബന്ധം കൂടുതലായിരിക്കും. അത് മക്കളായാലും ഭാര്യയായാലും മറ്റു ബന്ധങ്ങളായാലും ഏത് തരത്തിൽ, 3 തരത്തിലാ ബന്ധം ഞാൻ പറഞ്ഞ. ആത്മബന്ധം കൊണ്ടുണ്ടായ ബന്ധമായാലും രക്തബന്ധമായാലും നക്ഷത്രബന്ധമായാലും ഈ ബന്ധങ്ങളൊക്കെ ബന്ധനമായിട്ട് മാറ്റരുത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണാതീത ഭാവത്തിലെത്തണം. അപ്പൊ പ്രാക്ടിക്കൽ തലത്തിൽ നമുക്ക് എല്ലാം ഒന്നായിട്ട് തോന്നുന്ന അവസ്ഥയാണ് അദ്വൈതാനുഭൂതി എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്വഭാവത്തിലായാലും അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനൊന്നും സാധിക്കില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല, വിശ്വസിപ്പിക്കാൻ സാധ്യമല്ല. നമുക്ക് പറയുമ്പം അങ്ങനെയല്ല എന്നൊക്കെ മറ്റുള്ളവർ വ്യാഖ്യാനിച്ചു എന്നിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് സമചിത്തത വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മാത്രം അറിയാം. നമുക്ക് മാത്രമേ ബോധ്യം വരേണ്ടൂ. അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അവിടെയൊക്കെയാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതായത് ആത്മാവ് ഗുണാതീത ഭാവത്തിലാണ് നിൽക്കണം. ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ദ്വന്ദ്ഭാവങ്ങൾ സ്വയമേവ ഇല്ലാതെയാവും. അതാണ് ആത്മസാക്ഷാത്കാരം. പിന്നെ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ഈ അദ്വൈത അനുഭൂതിയിലായിരിക്കും. എന്ന് ഭഗവാൻ പറഞ്ഞ അനുഭൂതി അനുഭവിച്ചറിയുന്നതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന് പ്രയത്നം ചെയ്യുന്ന യോഗികളായിട്ടുള്ളവർ, യോഗം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ കൾച്ചറും നേച്ചറും യോജിപ്പിക്കുന്നതാണ്. നമ്മുടെ സ്വഭാവവും പ്രകൃതിക്കനുസരിച്ചുകൊണ്ട് ഗുണത്രയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതാത് രൂപത്തിൽ അതിനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ഗുണങ്ങളൊക്കെ പ്രഭാവത്തെ ഇല്ലെങ്കിൽ അതിന്റെ വേരിയേഷൻസിനെ നമുക്ക് ഇന്റർഫിയർ ചെയ്ത് മാറ്റാനൊന്നും സാധ്യമല്ല. പക്ഷെ നമുക്കത് ഗുണാതീത ഭാവത്തിന് അനുഭവിക്കാൻ സാധിക്കും. എപ്പോഴൊക്കെയാണോ പ്രകൃതിയിൽ അതാത് ഗുണങ്ങൾ നിലനിൽക്കുന്നത്, അതായത് പ്രവർത്തിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ചോട്ടെ. പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ അതിനൊന്നും അടിമയാകാതെ നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിച്ച് അതിനോട് അല്ലെങ്കിൽ ഗുണാതീത ഭാവത്തിൽ നമുക്ക് ഏതൊരവസ്ഥയും, സത്വഗുണ പ്രഭാവം കൂടി നിൽക്കുമ്പോഴും രജോ ഗുണ പ്രഭാവം കൂടി നിൽക്കുമ്പോഴും തമോ ഗുണം കൂടി നിൽക്കുമ്പോഴും എല്ലാം നമുക്ക് ഒരേ ഭാവത്തിൽ വർദ്ധിക്കാൻ സാധിക്കണം. അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയുന്നത്. അതാണ് സമചിത്തത, അതാണ് സിദ്ധ്യസിദ്ധ്യോ സമോബുദ്ധ, അതാണ് യോഗം. ആ ഒരു അവസ്ഥയിൽ എത്തിയ യോഗികൾ പോലും തങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ദർശിക്കാൻ ഇടവരും. അപ്പൊ അത്തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആത്മജ്ഞാനം, ആത്മദർശനം ലഭിക്കുന്നതാണ്.
ആത്മദർശനം ലഭിച്ചാൽ പിന്നെ വിശ്വദർശനം, വിശ്വരൂപ ദർശനമാണ്. പിന്നെ നമ്മള് കാഴ്ചപ്പാടുകൾ ശരിയായ പിന്നെ ലോകത്തിലേക്കുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ എല്ലാം ഒരേ ഭാവത്തിലേക്ക് വരുന്നു. തന്നെയുള്ള ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, അണുവിലും വ്യാപിച്ചിരിക്കുന്നത്, ആകാശതുല്യം നിറഞ്ഞു നിൽക്കുന്നതും അത് തന്നെയാണ് എന്ന ഭാവത്തിലേക്ക് എത്തും എന്നർത്ഥം. ആത്മശുദ്ധി ഇല്ലാത്തവരും മന്ദബുദ്ധികളുമായവർ യത്നിക്കുന്നവരാണെങ്കിൽ കൂടി ആത്മാവിനെ കാണുന്നില്ല. അവിടെയാണ് നമുക്ക് ഭക്തിയുടെ സിദ്ധി, ഈ പറയുന്ന ശ്രേഷ്ഠമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പോലും കിട്ടാത്തതിൻ്റെ ഈ ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഭക്തിയോഗ സിദ്ധി അനുഭവിക്കുക, ശാന്തി സമാധാനവും അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ വരുന്നതും ഈ പരിഭ്രമിച്ച് ഈ ദുഃഖങ്ങളിൽ, താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലും മുങ്ങിപ്പൊങ്ങി കഴിയാൻ ഇടവരുന്നത് നമ്മുടെ ഈ മന്ദബുദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ യഥാർത്ഥ ബുദ്ധി മന്ദീഭവിച്ചിരിക്കുക. പരാബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കണ്ടതിന് കേട്ടതിൻ്റെ പിന്നാലെ അനുകരണ ഭാവത്തിൽ വർത്തിക്കുന്നതാണ് പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയുടെ ഏറ്റവും വലിയ കാര്യം. പരിണത ഫലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് അനുകരണ ഭാവത്തിലാണ്, അനുസരണമില്ല. അനുസരിക്കണം എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ സാക്ഷാത്കാര ഭാവത്തിലേക്ക് ചെയ്യണം. ഈ തത്വശാസ്ത്രങ്ങളെ അല്ലെങ്കിൽ ഗീത തന്നെ പഠിച്ചിട്ട് നമ്മൾ സ്വയം അതേപ്പറ്റി ചിന്തിക്കുകയും അതനുസരിച്ച് പറയുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രയത്നം എന്ന് പറയുന്നത്. അത് പ്രയത്നിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം തുറന്നു കിട്ടും. അതില്ലാതെ നമ്മുടെ ബുദ്ധി മന്ദീഭവിച്ചുകൊണ്ട് ഈ കണ്ടതും കേട്ടതും ഇല്ലേ മറ്റുള്ളവർ പറയുന്നതും കാണിച്ചു തരുന്നതും മാത്രം സത്യമെന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞാൽ അവിടെ നമ്മുടെ ബുദ്ധി മന്ദീഭവിക്കും. അവിടെ പരാബുദ്ധിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ അനുകരിക്കാനേ സാധിക്കും, അനുസരിക്കാൻ സാധ്യമല്ല. നമുക്കനുസരിക്കണമെങ്കിൽ യുക്തിസഹജമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ഈ ശാസ്ത്രം പഠിച്ചിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് സ്വയം തീരുമാനം എടുക്കണം. അവിടെ നമ്മുടെ ബുദ്ധി പ്രഭാവം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറയുന്ന എൻ്റെ അറിവ് വെച്ചുകൊണ്ട് എൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾ ഞാൻ പറയുന്നത് അതേപടി അനുസരിച്ചാൽ നിങ്ങളുടെ ബുദ്ധി മന്ദീഭവിക്കുക ചെയ്യുക. എൻ്റെ ബുദ്ധിയാണ് നിങ്ങൾ ഉപയോഗിക്കണേ. അപ്പോൾ അനുകരണ ഭാവം വരും. അപ്പൊ ഗുരുക്കന്മാര് പറഞ്ഞത് പോലും, പറഞ്ഞു തരുന്നത് പോലും കേവലം മാർഗദർശനമാണ്. യഥാർത്ഥത്തിൽ ഈശ്വരനെ കണ്ടെത്തേണ്ടതും ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടതും അവനവന്റെ ബുദ്ധി കൊണ്ടാണ്. അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചില്ലെങ്കിൽ അവനവന്റെ ബുദ്ധി മന്ദീഭവിക്കും. അതാണ് ഇവിടെ ഭഗവാൻ മന്ദബുദ്ധി എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത്, ഒരു മനുഷ്യ ജന്മത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ശക്തികൾ ഒന്ന് തന്നെയാണ്. ഒരേ ശക്തിയുടെ പ്രഭാവമാണ്. പ്രതിരൂപങ്ങളായിട്ട് നമ്മുടെയൊക്കെ നാമരൂപങ്ങൾ വ്യത്യസ്തമുണ്ടെങ്കിലും ശരീരത്തിലും രൂപത്തിലും ഭാവത്തിലും മാറ്റമുണ്ടെങ്കിലും നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത് ഒരേ ശക്തി തന്നെയാണ്. അപ്പൊ ആ ശക്തികൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻഡിവിജ്വലി യൂട്ടിലൈസ് ചെയ്യണമെന്നാണ്. ആ യൂട്ടിലൈസ് ചെയ്യാതിരുന്നാൽ അവർ ഏത് ശക്തിയാണോ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത് അതിന് മാന്യം സംഭവിക്കും. ഇവിടെ ബുദ്ധിയാണ് ഏറ്റവും, നമുക്ക് കാര്യങ്ങൾ തീരുമാനമെടുത്ത് അതനുസരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ് ദൃഢനിശ്ചയം ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചത് നടപ്പാക്കാൻ നമ്മളെ പ്രേരണ നൽകുന്നത്. അപ്പൊ സ്റ്റേബിലിറ്റി ഓഫ് ഇന്റലക്ട്, അതായത് നമ്മുടെ ബുദ്ധിയുടെ ശ്രേഷ്ഠത, സ്ഥിതപ്രജ്ഞത്തെ പറ്റി പറഞ്ഞത് അതുകൊണ്ടാണ് ഭഗവാൻ. ബുദ്ധി അവനവന് കിട്ടിയ ബുദ്ധി ഉറപ്പിക്കണം. അപ്പൊ രണ്ട് കാല് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു കാല് ആര് നടന്നാലും വേണ്ടില്ല, ഒരു കാല് എടുത്തു വെച്ചാൽ അത് ഉറക്കണതിന് മുമ്പ് അടുത്ത കാല് എടുത്തു വെച്ചാൽ വീഴും. അപ്പൊ ഉറച്ചോ ഉറച്ചില്ലയോ എന്നുള്ളത് ആർക്കാ ബോധ്യം വരിക? മാർഗം കാണിച്ചു തന്നവർക്കും ബോധ്യം വരില്ല, അവരവർക്കേ ബോധ്യം വരൂ. എന്റെ നില ഉറപ്പാണോ? ഞാൻ എടുത്തു വെച്ച കാലം ഉറച്ചിട്ടുണ്ടോ? അതെയോ സ്റ്റേബിലിറ്റി ഇല്ല, ചഞ്ചലാവസ്ഥയിലാണോ? ഇത് അവരവർക്കല്ലേ മനസ്സിലാവണോ? അതില്ലാതെ പ്രയത്നിച്ചാൽ ആ സ്റ്റേബിലിറ്റിയെ പറ്റി മനസ്സിലാക്കുന്നത് അവരവരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് അടുത്ത കാലം എടുത്തു വെച്ചില്ലെങ്കിൽ അവിടെ ചഞ്ചലാവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വന്ന ബുദ്ധികൾ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കൂടുതലും കണ്ടിട്ടോ കേട്ടിട്ടോ അതനുസരിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഫർദർ ആക്ഷൻ മുഴുവൻ നടക്കുക. കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതെല്ലാം കണ്ടിട്ടോ കേട്ടിട്ടോ ആയിരുന്നു. എന്ന് വെച്ച് കാണാതിരിക്കുന്നത് കേൾക്കാതിരിക്കുന്നതല്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവുകളെ വെച്ചുകൊണ്ട് അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കണം. അതിനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ എത്തിക്കണം. ഇപ്പൊ പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടെന്ന് വേറൊരാൾ പറഞ്ഞു, പക്ഷെ അത് കഴിച്ചു നോക്കാതെ മധുരം ഉണ്ടോ മധുരം ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ കഴിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കണത് ആരാ? കഴിക്കുന്ന ആളെ. അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കുക എന്ന് പറയുന്നത്.
മറ്റേ ആള് പറയുന്നത് അവനവന്റെ ബുദ്ധി കഴിക്കണോ കഴിക്കണ്ടോ എന്ന് തീരുമാനം എടുക്കാൻ മറ്റേ ആള് പറയുന്നത് കേട്ടിട്ട് കഴിച്ചാൽ അവനവന്റെ ബുദ്ധി മന്ദീഭവിക്കും. അവിടെ കഴിക്കൽ എന്ന് പറയുന്നത് ചിലപ്പോൾ സാധു അറിയും, പക്ഷെ അത് കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്നത് സ്വന്തം ബുദ്ധി കൊണ്ട് തീരുമാനം എടുത്തിട്ട് വേണം അത് കഴിക്കാൻ. അപ്പോഴേ അവിടെ അനുഭവം ശ്രേഷ്ഠമാകും. ഇല്ലെങ്കിൽ അനുകരണ ഭാവം വരും. ഫലം ഒരു പക്ഷേ പല പ്രാവശ്യം ചെയ്യുമ്പോൾ അനുഭവം ഉണ്ടായിരിക്കും, പക്ഷെ സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം ഒരു മൂടുപടം പോലെ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവർ ആത്മശുദ്ധി ഇല്ലാതെ വന്നാൽ അവനവന്റെ ബുദ്ധി മന്ദീഭവിക്കും. ഈ ആത്മശുദ്ധി ഇല്ലാതെ വരുമ്പോഴാ ഈ പരാശ്രയത്തിലേക്ക് പോകുന്നത്, അഥവാ പരാബുദ്ധി ഉപയോഗിക്കാൻ ഇടവരിക. പരാബുദ്ധി ഉപയോഗിച്ചാൽ അവനവന്റെ ബുദ്ധിക്ക് മാന്ദ്യം സംഭവിക്കും. ആ ജീവിതകാലം മുഴുവൻ അങ്ങനെ എല്ലാ കാര്യത്തിലും തുടർന്നുകൊണ്ടിരുന്നാൽ അടുത്ത ജന്മത്തിൽ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബുദ്ധിയുടെ ആവശ്യം എന്താ? പിന്നെ മന്ദബുദ്ധിയോടുകൂടി ജനിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ ഓട്ടിസം ഒക്കെ ബാധിച്ച് ജനിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തികളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. അത് 50% ശക്തി എല്ലാവർക്കും ഈക്വലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് യഥാവിധി യൂട്ടിലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഏതേത് ശക്തികളാണ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത്, അത് ബുദ്ധിയായാലും കാഴ്ചശക്തി ആയാലും കേൾവിയായാലും പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തികളായാലും ശരീരത്തിലുള്ള 18 ശക്തികളുടെ യൂട്ടിലൈസേഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്നതായ ആ മനുഷ്യ ശരീരത്തിലൂടെ പ്രകടമാകുന്ന ശക്തികൾ നമ്മൾ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. അത് ഏതേത് ശക്തിയെ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നോ അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ അത് യൂട്ടിലൈസേഷന് പവർ ഇല്ലാതെ, ഇല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയില്ലാത്ത വിധത്തിൽ നമുക്ക് ആഗ്രഹം തോന്നിയാൽ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അതായത് ഏതേത് കർമ്മമാണോ നമ്മുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിൽ ശക്തി പ്രാവീണ്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് പ്രകൃതിദത്തമായിട്ട് കിട്ടിയിട്ടുള്ള ശക്തികളാണ്. അപ്പൊ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് അതിനെയൊക്കെ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യും. ഞാൻ എൻ്റെ ബുദ്ധി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് മാന്ദ്യം സംഭവിക്കും. അത് ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന ഈ ശക്തികൾ നമുക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീയോ പുരുഷനോ ആരായാലും വേണ്ടില്ല. അവരവരുടെ ശക്തികൾ, അവരവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. നമ്മുടെ ശരീരത്ത് തന്നെയുള്ള അംഗപ്രത്യംഗങ്ങളിൽ പോലും 72,72,10,201 നാഡികൾക്കും അതിൻ്റെതായ ശക്തികൾ എല്ലാത്തിനും ഉണ്ട്. അപ്പൊ നമ്മുടെ കണ്ണിനുണ്ട്, ചെവിക്കുണ്ട് എന്ന് പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ശരീരത്തിലുള്ള എല്ലാ ശക്തികളും യഥാവിധി 50% ശക്തി നിജപ്പെടുത്തി വെച്ചിട്ടാണ് ഭഗവാൻ നമുക്ക് ശരീരം ഈ ശക്തികൾ നൽകിയിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരിക്കലും അധപ്പതിപ്പിക്കരുത്, അതിനെ അപ്ഗ്രേഡ് ചെയ്യണം, അതിനെ യൂട്ടിലൈസ് ചെയ്യണം. ഏതാണോ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത് ആ ശക്തികളൊക്കെ മന്ദീഭവിക്കും. ഇവിടെ ബുദ്ധിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നത്. കാരണം ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ആ ദൃഢനിശ്ചയം, സെൽഫ് ഡിസിഷൻ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത് ബുദ്ധിയാണ്. അപ്പൊ ആ ബുദ്ധിക്ക് മാന്ദ്യം വരാതിരുന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രേഷ്ഠത വരുത്താൻ സാധിക്കൂ. ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധി സ്റ്റേബിലിറ്റി ഉണ്ടാകണം. അതാണ് 18 ലക്ഷങ്ങളുടെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ സ്ഥിതപ്രജ്ഞത്വത്തെ പറ്റി പറഞ്ഞത്. അപ്പം അവനവന് കിട്ടിയിട്ടുള്ള ബുദ്ധിയെ ഉറപ്പിക്കണം എന്നാണ് ഇതിന്റെ സാരം. ബുദ്ധി ഉറപ്പിക്കാതിരിക്കാൻ കാരണം അന്ധകരണ ശുദ്ധിയില്ലായ്മ. അന്ധകരണ ശുദ്ധി വന്നാൽ ബുദ്ധി ഉറയ്ക്കും. ബുദ്ധി ഉറച്ചാൽ മാത്രമേ ഈ പ്രയത്നങ്ങൾ വിഫലമാകാതെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കൂ. ജ്ഞാനം നേടിയാൽ പോലും, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാൽ പോലും അന്ധകരണ ശുദ്ധി ഇല്ലാതെ വന്നാൽ പിന്നെ അന്ധകരണ ശുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ, അതായത് വിവേകം എന്ന് പറയുന്നത് എന്താ? വിശേഷജ്ഞാനം. അതായത് ഈ ശാസ്ത്രം പഠിച്ചിട്ട് അത് സാക്ഷാത്കരിച്ച്, അതായത് അനുഭവത്തിലെത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവജ്ഞാനത്തെയാണ് വിവേകം അഥവാ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. ആ വിശേഷ ബുദ്ധി ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയില്ലെങ്കിൽ മന്ദബുദ്ധി ആണ് ഉപയോഗിക്കുക. അപ്പൊ ജീവിതകാലം മുഴുവൻ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എത്രയൊക്കെ പ്രയത്നം ചെയ്താലും ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങളൊക്കെ വിഫലമാകാൻ സാധ്യതയുണ്ടെന്നുകൂടി ഭഗവാൻ ഇവിടെ സ്പഷ്ടമാക്കും. യഥാദിത്യഗതം തേജോ ജഗൽ ഭാസയത്തെ അഖിലം ചന്ദ്രമസ്യേറ്റാഗ്നൂത തേജോ വിധിമാമകം. അഖില ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നതും സൂര്യന്റെ തേജസ്സും ചന്ദ്രനിലും അഗ്നിയിലുമുള്ള തേജസ്സും എല്ലാം എൻ്റേതാണെന്ന് അറിഞ്ഞാലും, ഇത് നമ്മളിൽ മാത്രമല്ല, ഈ പ്രകൃതിയെ, സൂര്യന്റെ ബുദ്ധി,
ഭഗവാന്റെ ബുദ്ധിയാണ്. അതേപോലെ ചന്ദ്രനിലുള്ള ശക്തി അതും ഭഗവാന്റേതാണ്. അഗ്നിയിലുള്ള, അതായത് പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ നമ്മളെപ്പോലെ തന്നെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സ്ഥാപനങ്ങളും ജംഗമവുമായിട്ട് എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ, ഈവൻ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങൾ വരെ അവിടെയൊക്കെ പ്രകടമാകുന്ന തേജസ് അല്ലെങ്കിൽ ശക്തികൾ ഭഗവാന്റേത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിലുള്ള ശക്തി പോലും, എന്ത് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനുള്ള ശക്തി പോലും ഈശ്വരന്റെ ശക്തിയാണ്. അപ്പൊ അത് ഒക്കെ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യാതിരുന്നാൽ അത് മന്ദീഭവിക്കും. സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ അഗ്നിക്കും ഒക്കെ സ്ഥിരനിഷ്ഠമായിട്ട് അതിന്റെ ശക്തി നിലനിൽക്കുന്ന ഒരു ശക്തി, സ്റ്റേബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യന് മാത്രമാണ് അതിനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടാതെ ഉപയോഗിക്കാം. 50% നിജപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഓപ്ഷൻ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഉള്ള ശക്തി മനുഷ്യന് മാത്രവും. ബാക്കിയൊക്കെ പ്രകൃതിയുടെ ശക്തികൾക്കൊക്കെ സ്റ്റേബിലിറ്റി ഉണ്ട്. ഇപ്പൊ സൂര്യൻ ചെയ്യുന്ന കാര്യം നിത്യമായിട്ട് യാതൊരു വീഴ്ചയും വരുത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? എത്ര മേഘങ്ങൾ വന്ന് അതിനെ മറയ്ക്കാൻ നോക്കിയാലും വേണ്ടില്ല, ആ സൂര്യന്റെ ശക്തിക്ക് ഒരു സ്റ്റേബിലിറ്റി ഉണ്ട്. ആ മേഘങ്ങളെ പോലെ ഉത്പാദിപ്പിക്കാനുള്ള ശക്തി സൂര്യനുണ്ടെന്നർത്ഥം. അത് കുറച്ചൊരു മൗഢ്യത്തിലേക്ക് വന്ന് ചായ നമുക്ക് പ്രകൃതിയിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേന് അതിന്റെ എഫക്റ്റ് കുറയാനുള്ള മാധ്യമങ്ങൾ വരുമ്പോഴാണ് ചിലപ്പോൾ അതിന്റെ മറയൊക്കെ വരുന്നത്. പക്ഷെ അതൊന്നും സൂര്യനെ സംബന്ധിച്ച് പ്രശ്നമല്ല. സൂര്യനായിട്ട് അതിന്റെ തേജസ് അതേപടി, അതോ അഗ്നിയുടെ തേജസ് അതേപടി നിലനിൽക്കും. ഇനി ചന്ദ്രന്റെ തേജസ് ആണെങ്കിലും അത് അതേപടി നിലനിൽക്കും. അതിനൊക്കെ കാരണമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മളിലുള്ള ശക്തിയും അതേപടി തന്നെ ജനിച്ചപ്പോൾ തൊട്ട് മരണം വരെ അതേപടി സനാതനമായിട്ട് ഇനി ഒരു ശരീരം പ്രാപിക്കേണ്ടി വന്നാലും ആ ശക്തി അതേപടി തന്നെ നിലനിൽക്കും. പക്ഷെ നമ്മുടെ യൂട്ടിലൈസേഷൻ ആണ് ഈ വ്യത്യസ്തമായ ഭാവത്തിലേക്കും അതിനെ മറ വീഴാനും ആ മറയെ മായയിൽ ബന്ധപ്പെടുത്തി നമ്മൾ ഈ താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലും പെടാൻ കാരണം നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിയെ, വിശേഷ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്ന അനുഭവങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ നാശോചിതം അർഹസ്യെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആധ്യാത്മികതയിൽ ഇല്ലെങ്കിൽ ഭക്തി മാർഗത്തിൽ ചരിക്കുന്നവർക്ക് പോലും താപത്രയങ്ങളും ബന്ധനത്രയങ്ങളിലും പെടാത്തവർ എത്ര പേരുണ്ട്? ഭക്തിമാർഗത്തിലേക്ക് വന്നിട്ട് ഒരു കാലത്ത് ഈശ്വരനെ വിശ്വാസം ഇല്ലാതിരുന്നവർ പോലും ഭക്തിമാർഗത്തിൽ നാമസങ്കീർത്തനവും ഇല്ല, ക്ഷേത്ര ദർശനവും ഇല്ലെങ്കിൽ തന്ത്രി മുതൽ മന്ത്രി വരെയുള്ളവരെ ഏതൊക്കെ തരത്തിലുള്ളവരായാലും ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പോലും ഈ താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളും ഇതുവരെ എനിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ രോഗങ്ങളും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, ചഞ്ചലാവസ്ഥയിൽ ടെൻഷൻ ഉണ്ടാകാറിരുന്നിട്ടില്ല. ഇനി ഭൗതികമായിട്ടോ യാതൊരു തരത്തിലും ദുഃഖം അനുഭവം, 3 തരത്തിലുള്ള ദുഃഖങ്ങളും 3 തരത്തിലും ബന്ധങ്ങളൊക്കെ ബന്ധനമായി ഭവിക്കാതിരിക്കുന്ന ഈ സംസാര ബന്ധനം എന്ന് പറയുന്ന ഈ പ്രാരാബ്ധത്തിൽ പെടാത്തവര് എത്ര ഭക്തരുണ്ട്? നമ്മൾ ആ അവസ്ഥയിലാണോ എന്നൊന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ശക്തിയെ പറ്റി ബോധമുണ്ടാവും. എനിക്കിപ്പം 42 വയസ്സിന് ശേഷം ഈ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യത്തിനും ആരെയും ആശ്രയിക്കാതെ, സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാനും പഠിച്ചു. എങ്ങനെ സാധിച്ചത്? ഇതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമ്മളിലുള്ള ശക്തിയെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ക്ഷതം വരാതെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ശരീരം കൊണ്ട് സാധിക്കേണ്ടത് ശരീരം കൊണ്ട് സാധിക്കണം. അതാണ് ശ്രദ്ധാത്രയത്തിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ ആഹാര വിഹാരാദികളെ പറ്റി പറയുന്നുണ്ട്. ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ് എന്താണെന്നും, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ് എന്താണെന്നും, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ് എന്താണെന്നൊക്കെ പറയണം. അപ്പൊ നമ്മുടെ ശക്തികളെ എപ്രകാരം യൂട്ടിലൈസ് ചെയ്യണമെന്നും ശ്രദ്ധയോടുകൂടി ഈ 3 ബന്ധങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് താപത്രയങ്ങളാകുന്ന ഇല്ലെങ്കിൽ ഈ ബന്ധനത്രയങ്ങൾക്കും ദുഃഖത്രയങ്ങൾക്കും ഈ അവസ്ഥാത്രയത്തിന് വരെ കാരണമായി ഭവിക്കുന്ന സത്വരജ തമോ ഗുണങ്ങളാകുന്ന മായയെ ജയിക്കുന്നവർക്ക് ഈ പറയുന്ന തപസ്സൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അവർക്ക് അനായാസന ജീവിക്കാൻ സാധിക്കും. ഈ ലോകത്തെ തന്നെ സൂര്യചന്ദ്രാദികളിൽ ഉള്ള ശക്തികളെ അവർക്ക് സ്വയമേവ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്.
അതുകൊണ്ട് ഇനി ഇവരുടെ തേജസ് എങ്ങനെയൊക്കെയാ നമ്മളിൽ വ്യാപിക്കുന്നത്, പ്രകൃതിയെ വ്യാപിക്കുന്നതെന്ന് കൂടി ഭഗവാൻ പറയാണ്. ഗാമാവശ്യത ഭൂതാനി ധാരായാമ്യക മോജസ പുഷ്ണാഭി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മക. ഞാൻ ഭൂമിയിൽ പ്രവേശിച്ചിട്ട് എൻ്റെ ഓജസ് കൊണ്ട് ജീവജാലങ്ങളെ ധരിച്ചുകൊണ്ടിരിക്കുന്നു, നിലനിർത്തുന്നു. രസന സ്വരൂപമായ ചന്ദ്രനായി ഭവിച്ചിട്ട് സകല സർവ സസ്യവർഗങ്ങളെയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ അന്നമാണ് ശരീരം, അന്നമയമായ ശരീരത്തെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന യഥാർത്ഥ ഈശ്വരീയമായ ആഹാര വിഹാരങ്ങൾ നമുക്ക് ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള ഉപാധിയായിട്ടാണ് ഈ സസ്യലതാദികളും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ ഭഗവാൻ പറയുന്നത്. ചെറുതൊക്കെ പക്ഷിമൃഗാദികളും ഇല്ലെങ്കിൽ പശുവിൽ നിന്നോ ഇല്ലെ ഗോവിൽ നിന്ന് കിട്ടുന്ന പാലും വെണ്ണയൊക്കെ ഉപയോഗിച്ച് ശരീര പുഷ്ടിക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ പോഷിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഈ ചന്ദ്രനും സൂര്യനുമാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തെ പോലും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഊർജമാണ് വിറ്റാമിൻ ഡി എന്ന് ശാസ്ത്രം പറയുന്നത്. അതുപോലും നമ്മുടെ ശരീരത്തിൽ ദിവസവും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വലതുവശത്തൂടെയാണ് സൂര്യശക്തികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അതിനായിട്ട് പോയിട്ട് വെയിൽ കൊണ്ട് നിൽക്കൊന്നും വേണ്ട, നിങ്ങൾ എവിടെ ഇരുന്നാലും സൂര്യന്റെ ആ കിരണത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചോളൂ. അത് പ്രകൃത്യാ തന്നെ സംഭവിച്ചോളൂ. രാത്രികാലത്ത് ചന്ദ്രപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള പ്രതിരോധ ശക്തി, രോഗപ്രതിരോധ ശക്തി ലഭിക്കുന്നത്. സസ്യലതാദികൾക്ക് ആവശ്യമായ ശരീരങ്ങളെ പോഷിപ്പിക്കാനും അതിന് സ്വയം പോഷിപ്പിക്കപ്പെടുന്നതിനും ആവശ്യമായ ഓജസ്, തേജസ്സും ആ പ്രതിരോധ ശക്തിയും ഒക്കെ ലഭിക്കുന്നത് ചന്ദ്രപ്രകാശത്തിൽ നിന്നാണ്. രാത്രികാലത്ത് നാം അതുപോലും എത്ര ക്വാളിറ്റി എത്ര ക്വാണ്ടിറ്റി വേണം അതനുസരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയ ഒരു പ്രക്രിയയാണ് ഈ പക്ഷങ്ങൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. 15 ദിവസം വെളുത്ത പക്ഷവും 15 ദിവസം കറുത്ത പക്ഷവും ഒക്കെ സംഭവിക്കുന്നതിന് കാരണം അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ നിജപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ചന്ദ്രൻ ഉദിക്കുന്നത് ആ പക്ഷം വ്യത്യാസം അനുസരിച്ച് കൊണ്ട് സമുദ്രത്തിന് വരെ ചലനാത്മകമായ പ്രക്രിയക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണല്ലോ. ഇതൊക്കെ പണ്ടേ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞത് അത് തന്നെയാണ്. കാമാവശ്യത ഭൂതാനി ധാരായാമിക മോജസ പുഷ്ണാവി ചൗഷധി സർവേ സോമോ ബുദ്ധ്വാ രസാത്മക. ഈ പ്രപഞ്ചത്തെ നയിക്കുന്നതിൽ ഈ സൂര്യനും ചന്ദ്രനുമാണ് ഇടത്തും വലത്തും നമ്മുടെ ശരീരത്തെ പോലും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇടതുവശത്തൂടെ ചന്ദ്രപ്രകാശവും അതിന്റെ രശ്മികളും കയറി ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശക്തി പോഷിപ്പിക്കുന്നതിനാവശ്യമായ പ്രകൃതി ശക്തികളെ നൽകുന്നത് ചന്ദ്രപ്രകാശത്തിൽ നിന്നാണ്. വെറുതെ ഒരു ഗ്രഹമൊന്നും അല്ലാതെ അത് പരീക്ഷണങ്ങൾ നടത്തി അവിടെ ജലമുണ്ടോ ഇല്ലെങ്കിൽ അവിടെ പോയി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രഹമൊന്നും അല്ലാതെ അതിന് പ്രകൃതിയാ തന്നെ ഈശ്വരൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ചില ഡ്യൂട്ടിയുണ്ട്. അതേപോലെ തന്നെയാണ് സൂര്യനും. അപ്പൊ നമുക്ക് ശരീരത്തിലെ, അതായത് ഈ ജഗത്തിന്റെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളെ അത് സ്ഥാവരമായിട്ടോ ജംഗമമായിട്ടോ അതിനെയൊക്കെ നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാവിധ ശക്തികളും പ്രത്യക്ഷത്തിൽ സൂര്യനും ചന്ദ്രനുമാണ് നിയന്ത്രിക്കുന്നത്. അത് ആവശ്യമുള്ളതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു. സുലഭമായിട്ട് കാമധേനുവിനെ പോലെ നമ്മൾ അതിനെയൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം നേടിയാൽ മാത്രമേ, ആത്മശുദ്ധി വന്നവർക്ക് മാത്രമേ ഇതുപോലും യഥാർത്ഥത്തിൽ മനസ്സിലാവൂ. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ ആരാ നിയന്ത്രിക്കണം? അഹം വൈശ്വോ നരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതക പ്രാണാപാന സമായുക്തക പ്രജാമന്യം ചതുർവിധം. ഇനി ഞാൻ ജീവികളുടെ ദേഹത്തിൽ ജഡരാഗ്നിയായിട്ട് വർത്തിച്ച് പ്രാണൻ, അപാനൻ എന്നീ വായുക്കളെ ചേർന്ന് 4 വിധമായ അന്നത്തെയും ദഹിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള ആഹാരം കഴിച്ചാലും, മൂക്കുമുട്ട കഴിച്ചാലും അത് ജഡരാഗ്നി കൊണ്ട് അതിനെ സാംശീകരിച്ച് ദഹിപ്പിച്ച് അത് ആവശ്യമുള്ളതിനെ നമ്മുടെ ശരീരത്തെ പ്രോട്ടീൻസുകളാക്കി മാറ്റി ശരീരത്തിൽ വ്യാപനം നടത്തുന്നതും അതിനെ തരംതിരിച്ച് അപാനവായു കൊണ്ട് വിസർജ്യ വസ്തുക്കളെ പുറത്തേക്ക് തള്ളുന്ന ഈ പ്രക്രിയയൊക്കെ നടത്തുന്നത് ഭഗവാന്റെ സ്വരൂപം നമ്മുടെ ഓരോ ശരീരത്തിലും, നമ്മുടെയൊക്കെ ഇൻഡിവിജ്വലി കിട്ടിയിട്ടുള്ള, വ്യക്തിപരമായിട്ട് കിട്ടിയിട്ടുള്ള ഈ വ്യക്തമായ ശരീരത്തിലൂടെ ശരീരത്തെ പോഷിപ്പിച്ച് നിലനിർത്തുന്നതിനുള്ള പ്രക്രിയ. അന്നമയമായ ശരീരം അന്നം കൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള അന്നം നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും അതിനെയൊക്കെ ദഹിപ്പിച്ച് സാംശീകരിച്ച് ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ, പോഷിപ്പിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കളെ തരംതിരിച്ച് ആവശ്യമില്ലാത്തതിനെ വിസർജ്യ വസ്തുക്കളാക്കി മാറ്റി അതിനെ പഞ്ചപ്രാണ വ്യവസ്ഥിതി കൊണ്ടാണ് അതിനെയൊക്കെ
നിയന്ത്രിക്കുന്നതും അത് ഏൽപ്പിക്കുന്നതും എത്തിക്കേണ്ടത് എത്തിക്കുന്നതും വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്നതും ഒക്കെ പഞ്ചപ്രാണൻ, പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ എന്ന 5 വായുക്കളായിട്ട് രൂപം പ്രാപിക്കുന്നതും ജഡരാജ്ഞയായിട്ട് ഭക്ഷണത്തെ ഇടിച്ചു നുറുക്കി അതിനെ ദഹിപ്പിക്കുന്നതും ഒക്കെ ഭഗവാന്റെ ശക്തിയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അത് തന്നെ നമ്മൾ അറിഞ്ഞാൽ അത് തന്നെ ഈശ്വര സാക്ഷാത്കാരമാണ്. നമ്മൾ മൂക്കുമുട്ട ഭക്ഷണം എന്ത് തന്നെ കടിച്ചു വലിച്ച് 4 തരം ഭക്ഷണം എന്നാ പറഞ്ഞ്: ഖാദ്യം കടിച്ചു തിന്നുന്നവ, ചോഷ്യം ചവച്ച് രസത്തെ മാത്രം ഇറക്കേണ്ടവ, ലേഹ്യം നക്കി തിന്നുന്നവ, പേയം കുടിക്കുന്നവ. ഇത് 4 തരത്തിലാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുക. ഇതിൽ ഏത് കഴിച്ചാലും വേണ്ടില്ല, അതിനൊക്കെ ഈ പറയുന്ന പ്രക്രിയ ജഡരാഗ്നി കൊണ്ട് ദഹിപ്പിച്ച് അതിലാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനെ തരംതിരിച്ച് ആവശ്യമുള്ളതിനെ അത് എസൻസ് ആക്കി മാറ്റി ശരീരത്തിന്റെ എത്തിക്കേണ്ട കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ച് അത് പരിപൂഷ്ടമായിട്ടില്ലേ പോഷിപ്പിച്ച് നിലനിർത്തുന്നത് ഈ ഭഗവാന്റെ ശക്തി തന്നെയാണ്. ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുന്ന അപാനവായു കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ശ്വാസം എടുത്താൽ തന്നെ അത് ശ്വാസകോശത്തിൽ പോയിട്ട് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ 5 ആയിട്ട് തിരിയും. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്ന 5 ആയിട്ട് തിരിഞ്ഞ് ആ ഓരോ വായുവിനും പ്രവർത്തിക്കേണ്ട ഏരിയ റിപ്പോർട്ട് ഇല്ലെങ്കിൽ അതിന് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. പ്രാണൻ എന്ന വായുവാണ് ബ്രെയിൻ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ തലഭാഗം പ്രാണന്റെ ശക്തിയാണ്. അംശത്തെ ശരീരത്തിന്റെ നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും ഒക്കെ ആജ്ഞ നൽകുന്നതായ ആ ബ്രെയിനിലെ തലച്ചോറിനെ തലയെ പ്രവർത്തിക്കുന്നത് പ്രാണൻ എന്ന വായുവാണ്. തൊണ്ടക്കുഴി തൊട്ട് വിശുദ്ധി ചക്രം തൊട്ട് അനാഹതം വരെ കൺട്രോൾ ചെയ്യുന്ന ഉദാനവായുവാണ്. അനാഹതം തൊട്ട് മണിപ്പൂരകം വരെ കൺട്രോൾ ചെയ്യുന്ന സമാനവായുവാണ്. പൊൾക്കുൾക്കൊടി മുതൽ കാൽപാദം വരെ കൺട്രോൾ ചെയ്യുന്ന അപാനവായുവാണ്. ശരീരം മുഴുവൻ പ്രാണശക്തിയെ വ്യാപിക്കുന്നത് വ്യാനവായുവാണ്. ഇങ്ങനെ ഓരോ നിമിഷവും ശ്വാസം എടുത്ത് ആ ശുദ്ധീകരിക്കപ്പെടുന്ന ശ്വാസം 5 ആയിട്ട് തിരിഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം എത്ര പ്രാവശ്യം ശ്വാസം എടുക്കുന്നോ 16,000-ഓളം പ്രാവശ്യം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം 5 ആയിട്ട് തിരിഞ്ഞ് എത്ര ഗഹനമായ ഒരു കണ്ടുപിടുത്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഉള്ള പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ശരീരം വെച്ചുകൊണ്ട് നടക്കുന്നത് എന്ന സത്യത്തെ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന പ്രക്രിയകളിലൊന്നും മനുഷ്യൻ വിചാരിച്ചാൽ ഇന്റർഫെയർ ചെയ്യാനോ അതിൽ മാറ്റം വരുത്താനോ ഒന്നും സാധ്യമല്ല. എന്നാൽ നമ്മൾ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താലോ അതിന്റെ ഡിസ്റ്റർബൻസ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ തന്നെ അത് ദഹിച്ച് സാംശീകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് മനസ്സിൽ പിടിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ഡിസ്റ്റർബൻസ് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതാണ് നമ്മൾ ഭഗവാന്റെ പ്രക്രിയയിൽ ഇന്റർഫെയർ ചെയ്യാന്ന് പറയുന്നത്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ജന്മവാസനയാണ് നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ട് അവർക്ക് എന്തെങ്കിലും തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ച് ഇഷ്ടമില്ലാത്ത മനസ്സിൽ പിടിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരം കേടുവരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പരാബുദ്ധി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സുഷുപ്തിയിൽ ഉറങ്ങുമ്പോഴാണെന്ന് മനസ്സിലാക്കണം ഇത്രയധികം കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുന്നത്. നമ്മൾ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരുള്ളൂ. മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയാൽ അതൊക്കെ ദഹിപ്പിച്ച് ഈ പറയുന്ന പ്രക്രിയ ഒക്കെ ചെയ്യുന്നത് നമ്മൾ സുഷുപ്തി ഉറങ്ങുന്ന സമയത്താണ്. ഇതൊക്കെ കൂടുതൽ ഈശ്വരന്റെ ശക്തി 100%, ഞാൻ പറയും ഈശ്വരന്റെ ശക്തി 100% നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ സുഖമായിട്ട് സുഷുപ്തി ഉറങ്ങുന്ന സമയത്തായിരിക്കും. നമ്മൾ ഇതൊന്നും അറിയില്ല. എഴുന്നേറ്റ് ഉണർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ എന്ന് പറയും, നടക്കും, ഈ കേമത്തം കാണിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അതൊന്നും സത്യത്തെ അറിയാത്തത് കൊണ്ടാണ്, അന്ധകരണ ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ലാത്തതെന്ന് പറയും. സർവസ്വജാഖം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിച്ചാനം ആബോഘനം ച വേദസ്യ സർവൈരഖമേവ വ്യത്യോ വേദാന്തകൃദേവ വിദേവ ചാഹം. ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നാണ് ഓർമ്മയും അറിവും മറവിയും ഉണ്ടാകുന്നത്. അപ്പൊ സർവസ്വജാഖം ഹൃദി സന്നിവിഷ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരത്തിലെ ഹൃദയ കമലത്തിൽ ഭഗവാൻ ഇരുന്നു കൊണ്ടാണ് നമുക്ക് ഓർമ്മയും മറവിയും അറിവും ഉണ്ടാക്കി തരുന്നതും ഭഗവാൻ തന്നെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പൂർവ്വജന്മാർജിതമോ ഈ ജന്മാർജിതമായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കാൻ, ഭൗതികമോ ആധ്യാത്മികമോ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മറന്നു പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിവ് എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, അതിന് ഏക കാരണം എൻ്റെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പൻ ഇരുന്നു കൊണ്ടാണ് എനിക്ക് ഓർമ്മയും മറവിയും അറിവും ഉണ്ടാക്കി തരുന്നത്. ആ ഒരു ബോധമാണ് ഏറ്റവും വലിയ അറിവ്.
അതാണ് ആ അറിവുണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വേദങ്ങൾ ഉണ്ടാക്കിയതും. വേദാന്ത കർത്താവും ഞാൻ തന്നെയാകുന്നു, വേദവും ഞാൻ തന്നെയാകുന്നു, വേദാന്തവും ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ട് എല്ലാ തരത്തിലും ഞാനാണ് വേദജ്ഞൻ, എല്ലാം അറിയുന്നവൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ മതി, നമ്മുടെ ഈ തോന്നിവാസമുള്ള ജീവിതമൊക്കെ അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ആണ് നമുക്കിപ്പം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് എവിടെയാ ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണ്ടേ? ഈ ഓർമ്മ എവിടുന്നാ കിട്ടുന്നത്? അടുക്കളയിൽ പോയിട്ട് ചായ കാപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും പൊടിയില് ചായ ഉണ്ടാക്കുന്നതിനുള്ള സാധന സാമഗ്രികളും പാത്രങ്ങളും ഇതൊക്കെ എവിടെയായിരിക്കുന്നതെന്ന് ഓർമ്മ വേണ്ടേ? ഈ ഓർമ്മ കിട്ടുന്നതും അതിന് ഏതെങ്കിലും കർമ്മ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് ഭൗതികമായാലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഓർമ്മ വരണം, അത് ഉപയോഗിക്കാനുള്ള അറിവുണ്ടായിരിക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകണം. ആ മറവിയും ഓർമ്മയും അറിവും ഉണ്ടാക്കി തരുന്നത് ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് സത്യത്തിൽ ഓർമ്മിക്കുക, അതെപ്പോഴും സ്മരിക്കുക. ഇതാണ് ഈ അധ്യായത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ 5 ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.